ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടും പിന്നെ ഈസി ആയിട്ടും ഇഡ്ഡലി ഉണ്ടാക്കുന്ന റെസിപ്പി. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഇഡ്ഡലി മാവ് അരച്ച് വരുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കണമെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുണ്ടാക്കുന്ന സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ അരച്ച് വരുമ്പോൾ ഇത് സോഫ്റ്റും ആയിരിക്കും, പിന്നെ ഇഡ്ഡലിയൊക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഓക്കെ, ഇതങ്ങനെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ഇട്ടിട്ടുമില്ല. ഓക്കെ, ചിലർ ഉലുവായൊക്കെ ഇടുമല്ലോ. ഇതങ്ങനെ ഞാൻ ജസ്റ്റ് റൈസും ഉഴുന്ന് ഒന്നിച്ചിട്ടേക്കും. ഓക്കെ, ചിലർ രണ്ടായിട്ട് റൈസ് വേറെയും പിന്നെ ഉഴുന്ന് വേറെയൊക്കെ ആയിട്ട് സോക്ക് ചെയ്യാനൊക്കെ ഇടും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് 24 hours ഒരു ദിവസം ഞാൻ സോക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 1 കപ്പ് റൈസിന് 3/4 കപ്പ് ഉഴുന്ന് ഇട്ട് കുതിർത്ത് വെച്ചേക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും ഇത് സോക്ക് ചെയ്യാൻ ഇടുമ്പോഴേ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കും. പിന്നെ ഈ വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഈ അരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ വെള്ളം തന്നെ. അപ്പം അതുകൊണ്ട് യൂഷ്വലി എല്ലാവരും പറയും അങ്ങനെ അരച്ചെടുക്കുമ്പം ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഈ വെള്ളമാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് ഈ ഉഴുന്നും അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം സോക്ക് ചെയ്യാനിടാൻ. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഈ സെയിം വാട്ടർ ഒഴിച്ച് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലേ, മിക്സിയിലായാലും ഗ്രൈൻഡറിലിട്ട് അരച്ചാലും എനിക്ക് സെയിം ആയിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഇത് ഗ്രൈൻഡറിൽ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം ഞാൻ കാണിച്ചുതരാം, മിക്സിയിലിട്ട് അരച്ചാലും നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. ഓക്കെ, ഇതിനകത്തോട്ടിട്ട് അരച്ചെടുക്കാൻ പോവാം. സോക്ക് ചെയ്ത വെള്ളം തന്നെ ഞാൻ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കും. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ മാവെല്ലാം ഞാൻ ഇതിനകത്തോട്ട് മാറ്റി നമ്മൾ എടുത്ത് വെച്ചിരുന്ന സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളമില്ല, അത് ഫുള്ള് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അരയ്ക്കുന്ന നേരം എല്ലാം ഒഴിച്ചു. കണ്ടോ, നന്നായിട്ട് അരഞ്ഞൊക്കെ ഇരിക്കുക. നമുക്കിനി ഇതിപ്പം ഒരു പാത്രം വെച്ച് അടച്ച് വെക്കുക. ഞാനിപ്പോഴും ഉപ്പെടുത്തില്ല കേട്ടോ. ഉപ്പ് ശരിക്കും ഒരു ദിവസം വെച്ച് ഫെർമെൻറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഉപ്പിടുന്നത്. ഓക്കെ, അപ്പം അടച്ച് വെച്ച് ഞാനൊരു 24 hours, ഞാൻ പറഞ്ഞില്ല 24 hours എങ്കിലും വെക്കും ഇത് പുളിച്ച് വരാൻ വേണ്ടി. ഓക്കെ, ഇവിടെ അങ്ങനെ വേഗത്തിൽ പുളിച്ച് വരത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ നോക്കുക നിങ്ങൾ വെക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഇപ്പം നമുക്കിത് പുളിച്ച് വരട്ടെ. ഓക്കെ, ടൈറ്റായിട്ട് അടച്ച് വെക്കുക. ഓക്കെ, നമ്മൾ മാവ് അരച്ച് വെച്ചില്ല, അതിപ്പം ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പം നല്ലപോലെ നിങ്ങൾക്ക് കണ്ടു ഇവിടെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ എന്താ പറയുക കാലാവസ്ഥ ഞാൻ ചെയ്യും. ഇവിടെ ഇച്ചിരി തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു ദിവസം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരും. ഉണ്ടോ, അപ്പോൾ നന്നായിട്ട് പുളിച്ച് വന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത്. പിന്നെ ഉപ്പിടുക, നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു. ഓക്കെ, ഇപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഡ്ഡലിക്ക് ഒത്തിരി വെള്ളമാവല്ലോ. അപ്പം ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയിലൊക്കെ ഞാൻ പിന്നെ കുറച്ച് മാവെടുത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ദോശയുടെ മാവ് ഉണ്ടാക്കാം. ഓക്കെ, ഈ സെയിം മാവ് കൊണ്ട് ഞാൻ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടിങ്ങനെ കോരി ഒഴിക്കാം. ഞാൻ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി വെച്ചേക്കുക. അതിന് മുമ്പ് നമുക്ക് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ ഈ ഇഡ്ഡലിയുടെ ഇത് തട്ട് വെക്കണം. എന്നിട്ട് തട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പയ്യെ കുക്ക് ചെയ്തെടുക്കണം. അടിച്ച് വെച്ചിട്ടപ്പോഴേ ബോയിൽ ചെയ്ത് വരട്ടെ. നമുക്ക് കുറച്ച് കുറച്ച് മാവിനകത്തിട്ടിങ്ങനെ ഒഴിക്കാം. ഓക്കെ, വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. പിന്നെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളം ഓൾറെഡി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തട്ടെടുത്ത് വെക്കാം. വെച്ചിട്ട് കുക്ക് ചെയ്ത്
മിനിറ്റ് ഞാൻ ഇങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കുക്ക് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, ഇതിപ്പം 10 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചിരുന്നിട്ട് റെസ്റ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. അപ്പോഴത്തേനും ചൂട് പോയി ശരിക്കും എന്താ അടിപൊളിയായിട്ടിരിക്കും അല്ലേ ഇഡ്ഡലി. നമുക്ക് നോക്കാം ഇത് സോഫ്റ്റ് ആണോ നോക്കാം. ഓക്കെ, ഇത് ഈസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കാം. ഇത് ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് കുറച്ച് വെക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ, ചിലർ പറയും ഈ ഇഡ്ഡലി ഉണ്ടാക്കുമ്പം നിറച്ച് വെള്ളം വരുമെന്ന് ഇഡ്ഡലിയുടെ ചുറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ആദ്യം വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് ഇരുന്നാൽ മതിയല്ലോ. പിന്നെ 10 മിനിറ്റ് റെസ്റ്റ് കൂടെ ചെയ്യുമ്പം ശരിക്കും അതിനകത്ത് നന്നായിട്ട് വെന്ത് വരും. ഓക്കെ, എന്നാൽ തണുത്തിട്ട് വേണം നമുക്ക് ഇഡ്ഡലി എടുക്കാൻ. നിങ്ങൾക്ക് കണ്ടാലേ അറിയുന്നത് ഇതിങ്ങനെ ഉണ്ടോ സോഫ്റ്റ് ആയിട്ടിരിക്കണം. നമുക്ക് ഉണ്ടോ തണുക്കട്ടെ. ഓക്കെ, തണുത്ത് കഴിയുമ്പം ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇളകി വരുന്നൊക്കെയാണ്. ഉണ്ടോ നോക്ക്, നിങ്ങൾക്ക് ഇതുപോലെ സോഫ്റ്റ് ആൻഡ് ഈസി ആയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതിനെടുത്ത് മാറ്റാം. ഓക്കെ, ഇതിപ്പോൾ തണുത്തിട്ട് ഒന്നും വേണ്ട, സ്പൂണൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അടിപൊളി സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെ ഇത് സോഫ്റ്റായിട്ട് ഉണ്ടോ അടിപൊളി എൻ്റെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഇടുന്നതുകൊണ്ട് ഇപ്പോൾ സ്പൂണ് അങ്ങനെയുള്ള ഒന്നും വേണ്ട. നമുക്കിതിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയാൽ വരും. ആയിരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇഡ്ഡലി അരയ്ക്കുമ്പം മാവ് ഉണ്ടാക്കുമ്പോൾ ഒന്നും സോഫ്റ്റ് ആവത്തില്ല ഇഡ്ഡലി എന്നൊക്കെ. ഓക്കെ, നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ഒന്നുമില്ല. ഇതിനകത്ത് ജസ്റ്റ് ഞാൻ കപ്പ് അരിക്ക് 3/4 കപ്പ് ഉർദാൽ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഈസി ആൻഡ് എന്താ പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി 24 hours സോക്ക് ചെയ്ത് പിന്നെ 24 hours തന്നെ ഫെർമെൻറ്റ് ചെയ്ത് അത് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലി ഉണ്ടാക്കിയതുണ്ട്. അടിപൊളി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചു, മുറിച്ച് കാണിച്ച് സാമ്പാറൊക്കെ വെച്ചിട്ട് നോക്ക് ഉണ്ടോ സോഫ്റ്റ് ഉണ്ട്. നോക്ക് റിയലി ഈസി ആയിട്ടും സോഫ്റ്റ് ആയിട്ട് നോക്ക് കണ്ടുവിടെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. സിമ്പിൾ ആൻഡ് ഈസി അല്ലേ, ജസ്റ്റ് ഒന്നുമില്ല ഉർദാലും ജസ്റ്റ് റൈസും ഇട്ട്. പക്ഷേ അതിൻ്റെ പ്രപ്പോർഷൻ ഇങ്ങനെ ആവുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ ഞാൻ ടൈം എടുത്ത് എന്താ പറഞ്ഞാൽ സോക്ക് ചെയ്യുന്നതിനും 24 hours ഫെർമെൻറ്റ് ചെയ്യുന്നതിനും 24 hours ഒക്കെ വെച്ചെടുക്കുന്നുണ്ട്. നമുക്ക് സോഫ്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഒത്തിരി എന്നോട് ചോദിച്ചിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ റെസിപ്പി ഇട്ടത്. ഓക്കെ, സെയിം ആവുകൊണ്ട് കണ്ടോ അടിപൊളി ദോശ ഉണ്ടാക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എനിവേ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.